എന്തുകൊണ്ട് ശ്രീ ആന്റണി രാജു മന്ത്രിസഭയിൽ ഏപ്രിൽ 12 വെച്ച നോട്ടിൽ ഈ വിഷയത്തെക്കുറിച്ചൊരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് 10 പേജുള്ള നോട്ടിൽ എന്തുകൊണ്ട് പരാമർശിച്ചില്ല? വിജിലൻസ് അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ, ഒരു പ്രോജക്റ്റിൽ, ആ പ്രോജക്റ്റ് ഇത്ര ആഘോഷപൂർവ്വം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്തിനാണ്? 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. വിജിലൻസ് അന്വേഷണം നടക്കണമെങ്കിൽ ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള ബന്ധങ്ങളാണ്. ഇതെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രം അവിടെയായിരുന്നു. ലൈഫ് മിഷൻ അഴിമതിയുടെ കേന്ദ്രം അവിടെയായിരുന്നു. ഈ പറയുന്ന ഈ അഴിമതി ക്യാമറയുടെ, കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും ഞങ്ങൾ പറയുന്നില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും ഇല്ലേക്കാണ് പറയുന്നത്. അതുകൊണ്ട് അഴിമതി ക്യാമറ എന്നാക്കി പേര്. അഴിമതി ക്യാമറയിലെ കേസിലും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് കേന്ദ്രം. എല്ലാത്തിൻ്റെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഈ ബസ് കൊണ്ടുവരാൻ പോയത് അന്നത്തെ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ചത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു.